ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറീൻ്റെ റെസിപ്പി ആട്ടോ. അപ്പോൾ ഇത് പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ പറ്റിയ കോംബോയാണ്. അതുപോലെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളതുകൊണ്ട് നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോ. അപ്പോഴേ നമ്മുടെ ഈ കറീൻ്റെ മെയിൻ താരായ മുട്ടേനെ ഇതുപോലെ ഒന്ന് പുഴുങ്ങിയിട്ട് രണ്ടായിട്ട് മുറിച്ചിട്ട് ഇതിലെ മഞ്ഞയും വൈറ്റും അതിൻ്റെ വെള്ളയും കൂടെ ഇതുപോലെ സെപ്പറേറ്റ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം തന്നെ. എന്നിട്ട് ഈ വൈറ്റ് ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എല്ലാ മുട്ടേൻ്റെ മഞ്ഞ ഇതുപോലെ സെപ്പറേറ്റ് ആക്കിയിട്ട് വൈറ്റ് ഇതേമാതിരി ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കെല്ലാം കട്ട് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേഗം കുക്കിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ കടായിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഇതിനകത്ത് ഒഴിക്കുന്നത്. നമ്മൾ തനി നാടൻ ഭക്ഷണത്തിനൊക്കെ നമ്മുടെ വെളിച്ചെണ്ണയ്ക്കാണ് ആ ടേസ്റ്റ് വരിക. അപ്പോൾ വെളിച്ചെണ്ണ ഇതിനകത്ത് ചേർക്കുക. പിന്നെ ഇതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഉണ്ടല്ലോ, ഞാനിവിടെ ഒരു 3 സവാളയാണ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. അത് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ബെസ്റ്റ് കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ശരിക്കും വരിക. എന്നിട്ട് ഇതിലേക്ക് പച്ചമുളകും പിന്നെ ഒരു തക്കാളി മതി ആഡ് ചെയ്യുന്നത്. ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് നല്ല പഴുത്ത തക്കാളിയാണ്. എന്നിട്ട് ഇതിലേക്ക് പൊടിയായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇത്രയും പൊടികളേ ഉള്ളൂ. എന്നിട്ട് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച മഞ്ഞ ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ പൊടിച്ച് നല്ല മിക്സാക്കി എടുക്കണം കേട്ടോ. ഈ മസാല മിക്സ് ചെയ്യുന്നതിലാണ് കാര്യം. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഫ്ലെയിം ലോയിൽ തന്നെ ഇടണം, ഇല്ലെങ്കിൽ പൊടികളെല്ലാം കരിഞ്ഞു പോകും. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇത് കുറച്ചും കൂടെ യോജിച്ച് കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മുടെ അരിഞ്ഞു വെച്ച മുട്ട ഉണ്ടല്ലോ വൈറ്റ് കളർ, ആ വൈറ്റും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ സമയത്ത് കുറച്ച് എരിവ് കുറവാണെങ്കിൽ കുറച്ചും കൂടെ എരിവ് ചേർക്കുക. അപ്പം ഞാനിവിടെ കുരുമുളക് പൊടി കുറച്ചും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഞാൻ പാലാണ് ചേർക്കുന്നത്. നമ്മുടെ പശുവും പാലില്ലേ അതാണ് ചേർക്കുന്നത്. അത് ഏകദേശം 1 ഗ്ലാസ് പാലോളം ഞാൻ ഈ കറിയിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ പാലിന് പകരം തേങ്ങാപ്പാൽ ചേർത്താലും മതി, അത് ബെസ്റ്റാണ്. എൻ്റെ കയ്യിൽ തേങ്ങയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ പാലാണ് ചേർത്തത്. ഇനി അല്ലെങ്കിൽ തേങ്ങ നല്ല മഷി പോലെ അരച്ചിട്ട് അത് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ പാല് ചേർത്ത് കഴിഞ്ഞാൽ തിളപ്പിക്കാൻ പാടില്ല, ജസ്റ്റ് ചൂടാവാൻ മാത്രമേ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി സെറ്റായി കേട്ടോ. അപ്പോൾ ഇത് പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ പറയേണ്ട ഒരു അടിപൊളി കോംബോയാണ്. എരിവൊക്കെ നല്ല കുരുമുളക് പൊടിൻ്റെയൊക്കെ എരിവ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ പറ്റിയ കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ റെസിപ്പീസ് ഇനിയും കാണണമെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ എൻ്റെ ചാനൽ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ വീഡിയോസായിട്ട് വീണ്ടും വരാം. അതുവരെ ടാറ്റാ ബൈ ബൈ. പക്ഷെ നല്ല കോംബോ കേട്ടോ, കൊള്ളാം, അടിപൊളി. ഇത് ശരിക്കും പറഞ്ഞാൽ 2 മുട്ട ഉണ്ടെങ്കിൽ ഒരു 5 പേർക്ക് അല്ലേ? കാരണം ഇങ്ങനെ മുറിച്ചല്ല, ഇത് മുട്ട നമ്മൾ മുറിച്ചതുകൊണ്ട് 2 മുട്ടയൊക്കെ അതാ ഞാൻ പറഞ്ഞത്.